നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ യഹോവയാകുന്ന ദൈവം ഇറങ്ങി വന്ന് സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ മധ്യേ വസിക്കുന്നു എങ്കിൽ എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിലെ 14-ാമത്തെ വാക്യത്തിൽ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നവനാകുന്ന ഒരു ദൈവത്തെ കാണുവാനും പറ്റും. ആമേൻ. വായിക്കാം. ആവർത്തന പുസ്തകം 23-14. നിന്നെ രക്ഷിപ്പാനും ആമേൻ. നോക്കണമേ, ഹല്ലേലൂയ, നമ്മുടെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നവനാകുന്ന ദൈവം. അപ്പോൾ നമ്മുടെ പാളയത്തിൽ വസിക്കുന്നവനാകുന്ന ദൈവം, നമ്മുടെ മധ്യേ വസിക്കുന്നവനാകുന്ന ദൈവം, ആ വസിക്കുന്നവനാകുന്ന ദൈവം അല്ലെങ്കിൽ നമ്മുടെ കൂടെ വസിക്കണമെങ്കിൽ അവിടെ ഒരു പ്രത്യേകത താപ്പോട്ട് വായിക്കുമ്പോൾ കാണാം. ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. നോക്കണമേ, ഹല്ലേലൂയ, ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നത് ഒന്ന്, പ്രൈസ് ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തുവാ? നമ്മുടെ മധ്യേ അവൻ വസിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യേ വസിക്കുമ്പോൾ നമ്മെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും അവൻ നടക്കുമ്പോൾ, പ്രൈസ് ഹല്ലേലൂയ, അവൻ നമ്മുടെ മധ്യേ വസിക്കണമെങ്കിൽ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അവിടെ എന്തോ പറയുന്നത്? നിന്നിൽ വൃത്തികേട് കണ്ടിട്ട്, പ്രൈസ് ഹല്ലേലൂയ, അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു മേഖലയുണ്ട്. എന്തുവാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ വൃത്തികേടുകൾ നമ്മുടെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തും. പ്രൈസ് ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം ഹല്ലേലൂയ 10-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പാളയത്തിലെ നാറ്റം നിങ്ങളുടെ മൂക്കിൽ കയറ്റുമാറാക്കി, എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല എന്ന യഹോവയുടെ ഒരു അരുളപ്പാട്. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും പാളയങ്ങൾ നാറിക്കൊണ്ടിരിക്കുകയാണ്. യഹോവയാകുന്ന ദൈവത്തിന് മധ്യേ വസിക്കുവാൻ കഴിയാതെ വണ്ണം പാളയത്തെ നാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. യഹോവയാകുന്ന ദൈവം നിങ്ങളുടെ മധ്യേ വസിക്കുവാൻ ഇടയാകുകയില്ല. യഹോവയാകുന്ന ദൈവത്തിന് തുണയും സഹായവും പരിപാലനവും ലഭിക്കുവാൻ ഇടയാകാതെ ഇരിക്കുന്നതിന്റെ മറ്റൊരു കാരണം ഹല്ലേലൂയ അശുദ്ധി ജീവിതത്തിന്മേൽ കടന്നു വരുന്നത് കൊണ്ടാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ വാക്കാണ്: നിന്നിൽ വൃത്തികേട് കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിന് എന്ത് വേണം? വിശുദ്ധി വേണം, വേർപാട് വേണം. പാളയത്തിനൊരു വിശുദ്ധി വേണം, നമ്മൾ പാർക്കുന്ന ഭവനത്തിനൊരു വിശുദ്ധി വേണം, നമ്മുടെ ശരീരത്തിനൊരു വിശുദ്ധി വേണം. പ്രൈസ് ദി ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധി ആത്മാവെന്നാ പറയുന്നത്, ഇല്ലയോ? പ്രൈസ് ദി ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ റമദാൻ സമയമാകുമ്പോൾ സൗദി അറേബ്യയിൽ ഈ മുസ്ലിങ്ങളെല്ലാവരും എന്തു ചെയ്യും? അവരുടെ വീട് വൃത്തിയാക്കും. പഴയ സാധനങ്ങൾ മുഴുവനും വാരിക്കളയും. പെയിന്റ് അടിക്കുന്നവരൊക്കെ പെയിന്റ് അടിക്കും, പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും. അതെല്ലാം കൊണ്ടുവന്ന് പണ്ട് കാലത്തൊക്കെ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് റോഡിൽ വെക്കുമായിരുന്നു. അതൊക്കെ നാട്ടുകാർ എടുത്തുകൊണ്ട്, അപ്പം ഈ ഇന്ത്യൻസൊക്കെ ചെന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ നാട്ടിലില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. ശുദ്ധിയാക്കുന്ന പരിപാടി ഞാൻ പലപ്പോഴും പറയാം, നമ്മുടെ ഭവനം ശുദ്ധിയായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കൂ. പ്രൈസ് ദി ഹല്ലേലൂയ. നമ്മുടെ ശരീരം വിശുദ്ധമായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കൂ. നമ്മുടെ മധ്യേ യഹോവ വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയിൽ എത്തപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, പ്രൈസ് ദി ഹല്ലേലൂയ, നമ്മുടെ മധ്യേ യഹോവയാകുന്ന ദൈവം വസിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ, സ്വഭാവത്തിൽ അശുദ്ധിയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അശുദ്ധിയുണ്ടെങ്കിൽ മാറ്റേണ്ടതിനെ മാറ്റി, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഇല്ലാതാക്കേണ്ടതിനെ ഇല്ലാതാക്കി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നുപോയാൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ സൂക്ഷിപ്പും ഹല്ലേലൂയ നമുക്ക് ജീവിതത്തിൽ ലഭിക്കാതെ കടന്നുപോകും. അത് സംഭവിക്കാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം?
വിശുദ്ധിയോടുകൂടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. സിയോൻ നിവാസികളെ, യെശയ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കുകയാൽ ഘോഷിച്ചു ഉല്ലസിക്കുവീൻ. നമ്മുടെ പരിശുദ്ധൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായിരിക്കുകയാൽ അവനെയാണ് നമ്മൾ ഘോഷിച്ചുല്ലസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സെഫന്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം, ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, നീ ഇനി ഒരനർത്ഥം കാണുകയില്ല. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് പ്രൈസ് ദി ലോർഡ് യഹോവയാകുന്ന ദൈവം നമ്മുടെ മധ്യേ വസിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മധ്യേ നടക്കുന്നവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എഫെസോസിന്റെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ ഇപ്രകാരമാണ് പ്രൈസ് ദി ലോർഡ് എഴുതപ്പെട്ടിരുന്നത്: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് നടക്കുന്നവൻ, മധ്യേ നടക്കുന്നവനാകുന്ന ദൈവം പരിശുദ്ധനാകുന്ന ദൈവമാണ്. ആ ദൈവത്തിന് ഒരു വിശുദ്ധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത കാലത്തോളം ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ജനത്തിനും പ്രൈസ് ദി ലോർഡ്, അത് ദേശമായാലും ദേശനിവാസികളായാലും ജനമായാലും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഒരു ദൈവ പൈതലിന്റെ ആത്മവിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? ഹല്ലേലൂയ. 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്ന്, ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. ദൈവം നമ്മെ തുണയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല. 2, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. 3, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം പരിപാലിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ തുണയ്ക്കുകയും നമ്മെ സഹായിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം, ആ ദൈവത്തെ എത്ര പേർക്ക് സ്നേഹിക്കുവാൻ കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ഇടയാകുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ നിന്ദിതനായി പോകുവാൻ ഇടയാകുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ജീവിതത്തിൽ അമ്പരന്നു പോകുവാൻ ഇടയാകുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കടന്നു വരുമ്പോൾ അടിപതരാതെ നിൽക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസത്തിന്റെ മേഖലയെ കർത്താവ് വർദ്ധിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. അവർക്കാണ് ആത്മവിശ്വാസം ലഭിക്കുന്നത്. നമ്മെ അവൻ മുൻ നിയമിച്ചവരാ, മുൻ കണ്ടവനാ. അങ്ങനെയാണെങ്കിൽ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും അവന്റെ നിർണയപ്രകാരം നമ്മൾ വിളിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ നമ്മെ സഹായിക്കുകയും അവൻ നമ്മെ പരിപാലിക്കുകയും അവൻ നമ്മെ തുണയ്ക്കുകയും ചെയ്യും. രണ്ടാമത് നമ്മൾ കണ്ട ഭാഗം, യഹോവ നമ്മുടെ മധ്യേ വസിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യേ വസിക്കുമ്പോൾ മറന്നുപോകരുത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വൃത്തികേടുകളുണ്ടെങ്കിൽ അതിൽ നമ്മൾ വിശുദ്ധിയും വേർപാടും പ്രാപിക്കുവാനിടയാകണം. വൃത്തികേടുകളെ മാറ്റുവാനിടയാകണം. പാളയത്തിൽ നാറ്റമുണ്ടെങ്കിൽ ആ നാറ്റത്തെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യേ വസിക്കുകയുള്ളൂ. നാറ്റം വെച്ചുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ദൈവം കേൾക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം ജീവിതത്തിൽ എവിടെയോ എന്നോ വീണുപോയ കെട്ടായിരിക്കാം. അതിനെ മാറ്റുവാൻ എത്ര പേർക്ക് തയ്യാറാകും? നമ്മുടെ മധ്യേ യഹോവ വസിക്കുന്നു എന്നുള്ള ഉറപ്പ് എത്ര പേർക്ക് പറയുവാൻ പറ്റും? എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ആത്മവിശ്വാസത്തോടു കൂടി പറയുവാൻ പറ്റും? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നു. എൻ്റെ ജീവിതത്തിൽ യാതൊരു വൃത്തികേടുകളും ഉണ്ടാകാതെ പരിശുദ്ധ ആത്മാവ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഉള്ളിൽ വസിക്കുവാൻ ഇടയായി തീർന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സഹായിക്കുകയും എന്നെ തുണയ്ക്കുകയും എന്നെ പരിപാലിക്കുകയും എന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ എന്നെ ബുദ്ധിമുട്ടിക്കുകയും എന്നെ ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിന് നടുവിൽ എന്നെ ഇറങ്ങി വന്ന് എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് എത്ര പേർക്ക് ദൈവത്തോടെ പറയുവാൻ പറ്റും? അവരെ കർത്താവ് സ്നേഹിക്കുന്നു, അവരെ കർത്താവ് മാനിക്കുന്നു.
കർത്താവിനെ സ്നേഹിക്കുവാനും ക്രിസ്തീയ ജീവിതം വിജയകരമായി ചെയ്തെടുക്കുവാനും ഭയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാനും കർത്താവ് തൻ്റെ ജനത്തെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.